യുഎഇയിലെ പ്രകൃതിദത്ത വന്യജീവി സങ്കേതമായ സിർ ബനിയാസ് എന്ന ദ്വീപിനെക്കുറിച്ചുള്ള പ്രത്യേക റിപ്പോർട്ടുമായാണ് നമ്മൾ ഈ അധ്യായം ആരംഭിക്കുന്നത്. യുഎഇയുടെ രാഷ്ട്രപിതാവ് അന്തരിച്ച ഷെയ്ഖ് സായിദിൻ്റെ സ്വകാര്യ ദ്വീപായിട്ടാണ് ഇതിനെ അറിയപ്പെട്ടിരുന്നത്. യുഎഇയിൽ ഏറ്റവും മികച്ച കാലാവസ്ഥ അനുഭവപ്പെടുന്ന ഡിസംബർ മുതൽ ഏപ്രിൽ വരെയുള്ള മാസങ്ങളിലാണ് ഇത് ടൂറിസ്റ്റുകൾക്കായി ഈ ദ്വീപ് തുറന്നു കൊടുക്കുന്നത്. ആഫ്രിക്കൻ സഫാരി മാതൃകയുള്ള യാത്രകളും കടൽ കാഴ്ചകളുമാണ് ഈ ദ്വീപിനെ വ്യത്യസ്തമാക്കുന്നത്. ദ്വീപിലേക്ക് ഞങ്ങളും ഒരു യാത്ര പോവുകയാണ്. ദുബായിൽ നിന്നും 288 കിലോമീറ്റർ യാത്ര ചെയ്താണ് സിർ ബനിയാസ് എന്ന ദ്വീപിൽ എത്തുക. അബുദാബിയുടെ തെക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ടൂറിസ്റ്റ് കേന്ദ്രമാണിത്. കണ്ടൽക്കാടുകളിൽ വന്യജീവികൾ ധാരാളം വസിക്കുന്ന ഈ ദ്വീപിലേക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് പ്രവേശനം. അബുദാബി അൽ ദാനിയിൽ നിന്ന് ജങ്കാർ അഥവാ ഫെറി വഴി 45 മിനിറ്റ് യാത്ര ചെയ്താൽ സിർ ബനിയാസ് എന്ന ഈ ദ്വീപിലെത്താം. ദ്വീപിലേക്കുള്ള കടൽ യാത്രയും അതിമനോഹരമാണ്. പതിനായിരത്തിലധികം വന്യജീവികളും 40 ലക്ഷത്തിലധികം മരങ്ങളും നട്ടുപിടിപ്പിച്ച ചരിത്രമുറങ്ങുന്ന ദ്വീപാണിത്. വന്യജീവികൾ സ്വതന്ത്രമായി സഞ്ചരിക്കുന്ന ഈ ദ്വീപിലൂടെ തുറന്ന വാഹനത്തിലാണ് സഫാരി യാത്ര. ഈ സഞ്ചാരം മുതിർന്നവർക്കും കുട്ടികൾക്കും വ്യത്യസ്ത അനുഭൂതിയാണ്. മലയാളി പങ്കാളിത്തമുള്ള ഹോളിഡേ പാണ്ഡ എന്ന കമ്പനിയാണ് സാധാരണക്കാർക്ക് ഇത്തരം കാഴ്ചകൾ ആസ്വദിക്കാൻ അവസരം ഒരുക്കുന്നത്. ഇപ്രകാരം തിരക്കുപിടിച്ച ജീവിതത്തിൽ നിന്ന് അല്പം ഇടവേളയെടുത്ത് മനസ്സിനും ശരീരത്തിനും കുളിർമയേകാം. ഒപ്പം വന്യത ആസ്വദിക്കാനുള്ള ഒരു ഇടം കൂടിയാണ് ഇതെന്ന് ഹോളിഡേ പാണ്ഡ ഓപ്പറേഷൻസ് ഡയറക്ടറും മലയാളിയുമായ രഞ്ജിത്ത് ജോസഫ് പറഞ്ഞു. ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒരുമിച്ച് വന്ന് അവരുടെ സന്തോഷം പങ്കുവയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റികൾ ഇതെല്ലാം ചേർന്നിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു അനുഭവമാണ് സിർ ബനിയാസ്. കുറഞ്ഞ ചെലവിൽ യുഎഇയിൽ ആഫ്രിക്കൻ സഫാരിയെ അനുസ്മരിപ്പിക്കുന്ന യാത്രാ അനുഭവമാണ് പ്രധാന ആകർഷണം. സഞ്ചാരികളെ തുറന്ന വാഹനത്തിലിരുത്തി ദ്വീപിന്റെ വന്യതയിലേക്ക് 2.5 മണിക്കൂർ നേരം കൊണ്ടുപോകുന്ന സഫാരി, കൂടാതെ കയാക്കിംഗ്, നീന്തൽ ഉൾപ്പെടെ ബീച്ച് വിനോദങ്ങളും ധാരാളമുണ്ട്. ഇതിനൊപ്പം കലാപരിപാടികളും ഭക്ഷണവും ഉണ്ടായിരിക്കും. ഒരു പകൽ മുഴുവൻ ഇവിടെ കഴിയാം. രാത്രി തങ്ങേണ്ടവർക്ക് അതിനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കുന്നുണ്ട്. ഞങ്ങളുടെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ട്രിപ്പിനെ പറ്റി അറിയുന്നത്. ഹോളിഡേ പാണ്ഡ വഴി നല്ലൊരു പാക്കേജ് ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ആക്ച്വലി വലിയ എക്സ്പെക്ടേഷൻ ഇല്ലാതെയാണ് ഞങ്ങളൊരു ബഞ്ച് ഓഫ് 13 പീപ്പിൾ ഇവിടെ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. കാരണം ലേഡീസിൻ്റെ ട്രിപ്പാണ്, എന്താണെന്ന് അറിയില്ല. പേര് മാത്രം അറിയാം, സിർ ബനിയാസ് ഐലൻഡ്. പിന്നെ കുറേ റീൽസ് കണ്ടിരിക്കുന്നു. സോ ദാറ്റ്സ് വാട്ട് വി നോ അബൌട്ട് ഇറ്റ്. സോ ഞങ്ങളൊരു 3:45 ആയപ്പോൾ അവിടെ നിന്ന് പുറപ്പെട്ടു. ഇവിടെ വന്നു. വരുമ്പോഴൊക്കെ എല്ലാവരും എക്സൈറ്റഡ് ആണ്. ഇവിടെ വന്നു, ഫെറിയിൽ കയറി. അപ്പോൾ ഇവിടെ ഓരോ സർവീസൊക്കെ ഭയങ്കര നല്ലതായിരുന്നു. നമ്മുടെ പിക്കപ്പ് ചെയ്യുന്നത്, നമുക്ക് ഫോട്ടോ എടുത്ത് തരുന്നത് എല്ലാം നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അവർ മുന്നോട്ട് കൊണ്ടുപോവുക. അനിമൽസിനെ കാണിക്കാൻ വേണ്ടി അത്രയും നിന്ന് തരിക. ലൈക്ക് നമ്മൾ പറയുന്നതിനനുസരിച്ചിട്ട് അവർ എല്ലാ കാര്യങ്ങളും ചെയ്തു. 84 ചതുരശ്ര കിലോമീറ്റർ വലിപ്പമുള്ള ദ്വീപിൽ ചീറ്റ, മ്ലാവ്, ജിറാഫ്, കഴുതപ്പുലി, അറേബ്യൻ ഒറിക്സ്, മയിൽ തുടങ്ങിയ ആയിരക്കണക്കിന് മൃഗങ്ങൾ സ്വതന്ത്രമായി വിഹരിക്കുന്നു. ഇതും നമുക്ക് അടുത്ത് കാണാൻ കഴിയും. കണ്ടൽ കാടുകളും സ്വാഭാവിക തടാകങ്ങളും നിറഞ്ഞ ഈ ദ്വീപ് യുഎഇയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായി മാറുകയാണ്. അടിപൊളിയാണ്, നല്ല സർവീസാണ്. നമുക്ക് ഒരു എന്താ പറയുക, ഒരു എക്സ്ട്രീംലി സ്ട്രേഞ്ച് ആയ ഒരു ഫാമിലിക്ക് വരുന്ന പോലെ ഇല്ല. നമ്മുടെ തന്നെ ആരൊക്കെയോ കാണുന്ന പോലെയാണ് നമുക്ക് ആ ഒരു ഫീൽ വരുന്നത്. യുഎഇ രാഷ്ട്രപിതാവ് അന്തരിച്ച ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാന്റെ സ്വകാര്യ ദ്വീപായിരുന്നു സിർ ബനിയാസ്. 1977 ഇത് വികസിപ്പിച്ചത്. മരുഭൂമിയിലെ ഈ മരുപ്പച്ച 2005 വർഷം മുതൽ സ്വകാര്യ വ്യക്തികൾക്കും തുറന്നു കൊടുക്കുകയായിരുന്നു. അനന്താര ഹോട്ടൽ ഗ്രൂപ്പ് ഇവിടെ നടത്തുന്ന റിസോർട്ടിൽ താമസിക്കുന്നവർക്കും മാത്രമാണ് ഈ ദ്വീപിലേക്ക് മുൻ വർഷങ്ങളിൽ പ്രവേശനം നൽകിയിരുന്നത്.
ഇതാണ് പിന്നീട് എല്ലാ പൊതുജനങ്ങൾക്കും പ്രവേശനം എന്നാക്കി മാറ്റിയത്. ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകൾക്ക് മരങ്ങൾ നട്ടുപിടിപ്പിക്കാനും അവസരം നൽകുന്നു. കണ്ടൽ ചെടികൾ നട്ടുപിടിപ്പിച്ച് സന്ദർശകരും ഇതിൻ്റെ പങ്കാളികളായി മാറുകയാണ്. ഒരു കാലത്ത് പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചവരാണ് ഇവിടുത്തെ ഗോത്രവർഗ്ഗങ്ങൾ. ആ പ്രകൃതിയിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണ് ഈ സെർബിനിയാസ് ഐലൻഡ് വിസിറ്റ് ചെയ്യുന്നതിലൂടെ. ലോകത്തെ വൺ ഓഫ് ദ സസ്റ്റൈനബിൾ വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ് നമ്മുടെ സെർബിനിയാസിലുള്ളത്. നമ്മുടെ ഗ്രാൻഡ് ഫാദറായുള്ള ഷെയ്ഖ് സായിദിൻ്റെ ഒരു ഡ്രീം ഐലൻഡ് കൂടിയാണിത്. മോർ ദാൻ 3 മില്യൺ മരങ്ങൾ നട്ടുപിടിപ്പിച്ച് അദ്ദേഹത്തിന് ഗിഫ്റ്റ് കിട്ടിയ ഒരുപാട് മൃഗങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചുകൊണ്ട് ലോകത്തിന് മുമ്പിലേക്ക് എക്കോളജിയാണ് എക്കോണമിയുടെ ഏറ്റവും വലിയ ബാക്ക് ബോൺ എന്ന് തെളിയിക്കുകയാണ് ഈ അറബ് സമൂഹം, എസ്പെഷ്യലി UAE ചെയ്യുന്നത്. 7-ാം നൂറ്റാണ്ടിൽ സിറിയൻ ക്രൈസ്തവർ ഈ ദ്വീപിൽ താമസിച്ചിരുന്നു വ്യക്തമാക്കുന്ന രേഖകളും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച കാഴ്ചകളെ പുരാതന കാലത്തെ ഈ ആരാധനാലയത്തിന്റെ ചരിത്ര അവശേഷിപ്പുകൾ കണ്ടെത്തിയത് UAE ഇന്നും വൻ പ്രാധാന്യത്തോടെ സംരക്ഷിച്ചു വരുന്നു. ഈ ചരിത്രവും ഇവിടെ ഭംഗിയായി അവതരിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ശേഖരിച്ച പുരാവസ്തുക്കൾ അബുദാബിയിലെ ലൂവർ മ്യൂസിയത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇവിടെ ഇതൊരു വളരെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള പ്രാധാന്യമുള്ളൊരു ഐലൻഡ് കൂടിയാണ്. കാരണം 2000 വർഷങ്ങളോളം മുൻപ് ഇവിടെ ആളുകളുണ്ടായിരുന്നു. ഏകദേശം 1500 വർഷം മുഴക്കമുള്ള ഒരു മൊണാസ്ട്രി ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു. ഇതെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ടും അവർക്ക് വന്ന് കാണാനായിട്ടും സെർബിനിയാസിൻ്റെ ഹിസ്റ്ററി പഠിക്കാനായിട്ടും ഒക്കെയുള്ള വലിയൊരു അവസരമാണ് നമ്മളൊരു. ഈ ദ്വീപിൽ വേട്ടയാടാനോ മലിനമാക്കാനോ പരിസ്ഥിതി നശിപ്പിക്കാനോ പാടില്ല എന്നതാണ് മറ്റൊരു കർശന നിയമം. കൂടാതെ പക്ഷികൾ, മൃഗങ്ങൾ, ഉരഗങ്ങൾ എന്നിവയെ ശല്യപ്പെടുത്താത്ത വിധമായിരിക്കണം ടൂറിസ്റ്റുകളുടെ സഞ്ചാരം. രാജ്യാന്തര വിനോദസഞ്ചാരികളുമായി അബുദാബിയിലെത്തുന്ന കൂറ്റൻ ടൂറിസ്റ്റ് കപ്പലുകളെ സ്വീകരിക്കാനുള്ള സൗകര്യവും സിർ ബനിയാസ് എന്ന ഈ ദ്വീപിലുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലെ വിനോദസഞ്ചാര മേഖലയിലെ ഏറ്റവും ആകർഷക കേന്ദ്രം കൂടിയാണിത്. UAEയിലെ ഏറ്റവും വലിയ സ്വാഭാവിക ദ്വീപുകളൊന്നായും ഇതിനെ അറിയപ്പെടുന്നു. ഇങ്ങനെ പശ്ചിമ അബുദാബി മേഖലയിലെ ദ്വീപ് അറേബ്യയിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമായിട്ടാണ് സിർ ബനിയാസിനെ ലോക ടൂറിസം അടയാളപ്പെടുത്തുന്നത്. മിഡിൽ ഈസ്റ്റ് വീക്കിൽ ഒരു ചെറിയ ഇടവേള.